Welcome to BSc Physics 9, Semester 6, Paper 4, Digital Electronics and Computer Science, 47th lecture. Today's topic is Scope Rule in C++. Scope Rule in C++. What are scope rules in C++? Scope determines visibility of identifiers across a function, procedural boundaries, code blocks, and source files. Source file, code block, procedural boundariesiൽ ഫങ്ഷൻസിൽ എല്ലായിടത്തും ഈ ഐഡൻറ്റിഫയേഴ്സിനെ കാണുന്ന ആ രീതി അത് തീരുമാനിക്കുന്നതാണ് സ്കോപ്പ് എന്ന് പറയുന്നത്. The scope rules of a language decide in which part of the program a particular piece of code or data item can be accessed. ഒരു ഡേറ്റ ഐറ്റം അല്ലെങ്കിൽ കോഡ് എവിടെ ആക്സസ് ചെയ്യാം എന്നുള്ളത് ഒരു ലാംഗ്വേജിലെ സ്കോപ്പ് റൂളാണ് തീരുമാനിക്കുന്നത്. ഒരു ഡേറ്റ അല്ലെങ്കിൽ ഒരു കോഡ് നമുക്ക് പ്രോഗ്രാമിലെ ഏതെങ്കിലും ഭാഗത്ത് ആക്സസ് ചെയ്യണമെങ്കിൽ അത് തീരുമാനിക്കുന്നത് ഈ സ്കോപ്പ് റൂളാണ്. There are 3 types of scopes in C++. There are 5 types of scopes in C++. 5 തരത്തിലാണ് പറയുന്നത്. പക്ഷെ പ്രധാനമായിട്ട് 3 തരമാണ്: ഫങ്ഷൻ, ഫയൽ, ബ്ലോക്ക്, ഫങ്ഷൻ പ്രോട്ടോടൈപ്പ്, ക്ലാസ്. ഇത് 5 തരം സ്കോപ്സ് ആണ് പറയുന്നത്. അതിനകത്ത് 3 ശരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. എന്താണ് ഫങ്ഷൻ സ്കോപ്പ്? ഐഡൻറ്റിഫയേഴ്സ് or variables, literals, identifiers declared in the outermost block of a function have function scope. Identifiers declared in the outermost block of a function have function scope. Data types declared in the outermost block of a function have function scope. ഇപ്പോൾ ഫങ്ഷൻ സ്കോപ്പ് ഉള്ളത് ഒരു നമ്മൾ ഐഡൻറ്റിഫയേഴ്സ് ഫങ്ഷൻ്റെ ഔട്ടർ ബ്ലോക്കിൽ ഡിക്ലെയർ ചെയ്യുന്ന ഐഡൻറ്റിഫയേഴ്സ് അവയ്ക്കാണ് ഫങ്ഷൻ സ്കോപ്പ് ഉള്ളത്. ദേ ക്യാൻ ബി ആക്സസ്ഡ് ഓൺലി ഇൻ ദ ഫങ്ഷൻ ദാറ്റ് ഡിക്ലെയർസ് ദം. ലേബൽസ് വിച്ച് ആർ ഐഡൻറ്റിഫയേഴ്സ് ഫോളോഡ് ബൈ എ കോളൺ ഹാവ് ഫങ്ഷൻ സ്കോപ്പ്. Labels contained in a function can be used anywhere in that function but are not visible outside the function. Labels contained in a function can be used anywhere in that function. അപ്പോൾ ഒരു ഫംഗ്ഷനകത്തുള്ള ലേബല് നമുക്ക് എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം. ബട്ട് ആർ നോട്ട് വിസിബിൾ ഔട്ട്സൈഡ് ഫംഗ്ഷൻ. ഫംഗ്ഷന് പുറത്ത് ഈ ലേബൽസ് നമുക്ക് കാണാനാവില്ല. അത് രണ്ടാമത്തെ ഫയൽ സ്കോപ്പ്. ഐഡൻറ്റിഫയേഴ്സ് ഡിക്ലെയർ ഔട്ട്സൈഡ് ആണ്. നേരത്തെ ഇൻസൈഡ് പറയുന്നത്, ഇത് ഔട്ട്സൈഡ് ഓൾ ബ്ലോക്സ് ആൻഡ് ഫങ്ഷൻസ് ഹാവ് ഫയൽ സ്കോപ്പ്. ഫങ്ഷൻ്റെ പുറത്ത് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന ഐഡൻറ്റിഫയേഴ്സിനെയാണ് അവയ്ക്കാണ് ഈ ഫയൽ സ്കോപ്പ് എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ഓൾ ദി ബ്ലോക്സ് ആൻഡ് ഫങ്ഷൻസ് റിട്ടൺ ഇൻസൈഡ് ദി ഫയൽ ഇൻ വിച്ച് ദ വേരിയബിൾ declaration appears. These identifiers are known from their point of declaration. Point of declaration നിന്ന് ഇവയെ നമുക്ക് മനസ്സിലാക്കി എടുക്കാവുന്നതാണ്. Identifiers with the file scope are global variables, function definitions, function prototypes placed outside all functions. ഇനി ബ്ലോക്ക് സ്കോപ്പ്. ബ്ലോക്സ് ആർ പോർഷൻസ് ഓഫ് C++ കോഡ് കണ്ടെയ്ൻഡ് വിത്തിൻ കേർലി ബ്രേസസ്. ഐഡൻറ്റിഫയേഴ്സ് ഡിക്ലെയർ വിത്തിൻ എ ബ്ലോക്ക് ഹാവ് ബ്ലോക്ക് സ്കോപ്പ്. ഒരു ബ്ലോക്കിനകത്ത് ഡിക്ലെയർ ചെയ്യുന്ന ഐഡൻറ്റിഫയേഴ്സിന് ബ്ലോക്ക് സ്കോപ്പ് ഉണ്ടെന്ന് പറയാം. ആൻഡ് ആർ വിസിബിൾ ഫ്രം ദിയർ പോയിന്റ്സ് ഓഫ് ഡെഫിനിഷൻ ടു ദി എൻഡ് ഓഫ് ദി ഇന്നർമോസ്റ്റ് കണ്ടെയ്നിങ് ബ്ലോക്ക്. എ ഡ്യൂപ്ലിക്കേറ്റ് identifier name in a block hides the value of an identifier. ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഐഡൻറ്റിഫയർ
ഈ വാല്യൂ ഓഫ് ദി ഐഡൻറ്റിഫയറിനെ ബ്ലോക്ക് ചെയ്യും വിത്ത് ദ സെയിം നെയിം ഡിഫൈൻഡ് ഔട്ട്സൈഡ് ദി ബ്ലോക്ക്. A variable name declared in a block is local to that block. It can be used only in it and other blocks contained under it. Next is the last two. Last two are explained. Function, prototype and class. Function, prototype means true copy, and class. Their scopes. Scope of variables. The scope of variables within a function or any other block of instructions is only the own functions or the own block of instructions and cannot be used outside of them. Scope of variables. The scope of variables within a function or any other block of instructions is only the own functions or the own block of instructions and cannot be used outside of them. ബ്ലോക്കിന് പുറത്തോ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷന് പുറത്തോ ഉപയോഗിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് സ്കോപ്പ് ഓഫ് വേരിയബിൾസ്. The scope of local variable is limited to the same nesting level in which they are declared. Nevertheless, global variables can be declared that would be visible from any point of the code, inside and outside any function. ഗ്ലോബൽ വേരിയബിളിനെ നമുക്ക് ഫംഗ്ഷൻ്റെ ഇൻസൈഡും ഔട്ട്സൈഡും കാണാൻ സാധിക്കും. A diagram, a figure illustrating the scope of variable. എവിടെയൊക്കെയാണ് ഓരോ കാര്യങ്ങൾ വരുന്നത് പറയണം. ഹാഷ് ഇൻക്ലൂഡ് IOStream int integer. അപ്പം അത് ഒരു ഗ്ലോബൽ വേരിയബിളിൻ്റെ ഡിക്ലറേഷൻ കാണിക്കുന്നതാണ്. ചാർ എ ക്യാരക്ടർ, അത് ഗ്ലോബൽ വേരിയബിൾ ഡിക്ലറേഷനാണ്. പിന്നെ ചാർ സ്ട്രിങ് പരന്തസിസ് 20 ഗ്ലോബൽ വേരിയബിളാണ് കാണിക്കുന്നത്. അൺസൈൻഡ് ഇൻറ്റ് ഇൻറ്റിജർ ഗ്ലോബൽ വേരിയബിൾ. പിന്നെ മെയിൻ പാരന്തസിസ് ബ്രേസ് അൺസൈൻഡ് ഷോർട്ട് ഏജ് ലോക്കൽ വേരിയബിൾ ആണ്. ഫ്ലോട്ട് എ നമ്പർ ബി നമ്പർ ലോക്കൽ വേരിയബിൾ. സി ഔട്ട് ഇൻസേർഷൻ ഓപ്പറേറ്റർ റൊട്ടേഷൻ ഇന്റർവൽ ഏജ് ദാറ്റ് ഇസ് ഇൻസ്ട്രക്ഷൻ. സി ഇൻ then double greater than age, that is instruction closing brace. So these are the questions based on this. Explain the scope rule in C++. Question number 2. What are function scope, file scope and block scope? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ പഠിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ഒരു ഐഡിയ ക്ലിയറാക്കാൻ വേണ്ടി കൊടുക്കുകയാണ്. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഫംഗ്ഷൻ ഡിക്ലറേഷൻ ആൻഡ് ഫംഗ്ഷൻ ഡെഫിനിഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, എങ്കിൽ ഒന്നുകൂടി ഒന്ന് വായിക്കാൻ വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത് ആൻസർ സഹിതം. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഫംഗ്ഷൻ ഡിക്ലറേഷൻ ആൻഡ് ഫംഗ്ഷൻ ഡെഫിനിഷൻ. നമ്മളൊരു CPP പ്രോഗ്രാം എഴുതുമ്പോൾ അതിനകത്ത് ആദ്യം ഫംഗ്ഷൻ ഡിക്ലറേഷൻ കൊടുക്കണം, രണ്ടാമതാണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ കൊടുക്കുന്നത്. ഇത് രണ്ടുമില്ലെങ്കിൽ പ്രോഗ്രാം റൺ ചെയ്യത്തില്ല, എറർ കാണിക്കും. അപ്പോൾ എന്താണ് ഇവ തമ്മിൽ വ്യത്യാസം? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫംഗ്ഷൻ ഡിക്ലറേഷൻ ആൻഡ് ഫംഗ്ഷൻ ഡെഫിനിഷൻ? യു വിൽ ഹിയർ എ ഫംഗ്ഷൻ ഡിക്ലറേഷൻ tells the compiler about function, return type and parameters. ഫംഗ്ഷൻ്റെ പേര് അതൊക്കെ പറയുന്നതാണ്. ഫംഗ്ഷൻ എന്താണ്, ഫംഗ്ഷൻ്റെ പേരെന്താണ്, റിട്ടേൺ ടൈപ്പ് ആണോ, അല്ലെങ്കിൽ അതിൻ്റെ പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ്, അത് പറയുന്നതാണ് ഈ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ. ഫംഗ്ഷൻ നെയിമൊക്കെ പറയണം. എ ഫംഗ്ഷൻ ഡെഫിനിഷൻ പ്രൊവൈഡ്സ് ആക്ച്വൽ ബോഡി ഓഫ് ദി ഫംഗ്ഷൻ. ഡെഫിനിഷനകത്താണ് ഫംഗ്ഷൻ്റെ ആക്ച്വൽ ബോഡി വരുന്നത്. ഡിക്ലറേഷനകത്ത് ഫംഗ്ഷൻ നെയിമും റിട്ടേൺ ടൈപ്പും പാരാമീറ്ററൊക്കെ പറയും. അതാണ് വ്യത്യാസം. ഫംഗ്ഷൻ ഡിക്ലറേഷൻ നടത്തിയിട്ട് വേണം ഫംഗ്ഷൻ ഡെഫിനിഷൻ കൊടുക്കാനായിട്ട്. ഡിക്ലറേഷനകത്ത് ഫംഗ്ഷൻ നെയിം, റിട്ടേൺ ടൈപ്പ്, പാരാമീറ്റേഴ്സ് ഒക്കെ വരും. ഫംഗ്ഷൻ ഡെഫിനിഷൻ പ്രൊവൈഡ്സ്
actual body of the function. അവിടെ ഒരു ഫംഗ്ഷൻ നെയിം എന്ന് വിളിച്ച് ചോദിക്കാൻ കേട്ടോ. ഇങ്ങനെ വേണം എഴുതാം. എ ഫംഗ്ഷൻ ഡിക്ലറേഷൻ ടെൽസ് ദ കമ്പൈലർ അബൌട്ട് ദ ഫംഗ്ഷൻ നെയിം. നെയിം എന്ന് ചേർത്തോ, അല്ലെങ്കിൽ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ വരാം. എ ഫംഗ്ഷൻ ഡിക്ലറേഷൻ ടെൽസ് ദി കമ്പൈലർ അബൌട്ട് ദ ഫംഗ്ഷൻ നെയിം, കോമ റിട്ടേൺ ടൈപ്പ് ആൻഡ് പാരാമീറ്റേഴ്സ്. ആ നെയിം എന്നുള്ള വാക്ക് ചേർക്കുക. ഒന്ന് വായിക്കാം. എ ഫംഗ്ഷൻ ഡിക്ലറേഷൻ ടെൽസ് the compile about the function name, comma return type and parameters. A function definition provides actual body of the function. That is all with your 47th lecture on digital electronics and computer science. Thank you very much.